കേരളത്തിൽ MBBS പ്രവേശനം കീം വഴിയാണോ, കീമിൻ്റെ മാർക്കാണോ പരിഗണിക്കുന്നത്? MBBSൻ്റെ കാര്യം മാത്രമല്ല, ആർക്കിടെക്ചറിൻ്റെ കേസിലും ഇതേ ചോദ്യം ചോദിക്കാറുണ്ട്. എന്താണ് കീമിൻ്റെ റോള് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഈ പറഞ്ഞ MBBS, BDS, ആർക്കിടെക്ചർ കോഴ്സിനൊക്കെ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കീമിൻ്റെ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. സ്കോർ പരിഗണിക്കുന്നത് MBBSനും BDSനും ഒക്കെ നീറ്റിൻ്റെ സ്കോറാണ്, നാറ്റയുടെ സ്കോറാണ് ആർക്കിടെക്ചർ കോഴ്സിനെ പരിഗണിക്കുന്നത്. പക്ഷേ കേരളത്തിലുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. കീമിൻ്റെ ആൾറെഡി അപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ 20-ാം തീയതി, ഫെബ്രുവരി 20-ാം തീയതി അപ്ലിക്കേഷൻ തുടങ്ങി. മാർച്ച് 10-ാം തീയതി വരെയാണ് അപേക്ഷിക്കാനുള്ള സമയമുള്ളത്. ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 15-ാം തീയതിയാണ്. എക്സാമിനേഷൻ നടക്കുന്നത് ഏപ്രിൽ 22 മുതൽ ഏപ്രിൽ 30-ാം തീയതി വരെയാണ്. കീമിലൂടെ സാധ്യമാകുന്ന കോഴ്സുകൾ, എടുക്കാവുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, BPharm, MBBS, BDS, ആയുർവേദ, ഹോമിയോപ്പതി, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, BSc ഓണേഴ്സ് കോർപ്പറേഷൻ, ബാങ്കിങ്, BSc ഓണേഴ്സ് അഗ്രി ബിസിനസ് മാനേജ്മെന്റ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, BTech ബയോടെക്നോളജി, ഫോറസ്ട്രി, വെറ്റിനറി ആൻഡ് ഫിഷറീസ്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാടധികം കോഴ്സിലേക്കുള്ള പ്രവേശനം കീമിൻ്റെ മാർക്ക് പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ കീമിൻ്റെ അപേക്ഷ വഴിയാണ് നമുക്ക് സാധ്യമാകുന്നത് എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, കീമിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇൻകം സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം വില്ലേജ് ഓഫീസറുടെ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. മറ്റ് നീറ്റിനായിക്കോട്ടെ, ജെയ്ക്കായിക്കോട്ടെ, ഇതിനൊക്കെ തഹസിൽദാർ ഇഷ്യൂ ചെയ്യുന്ന, താലൂക്ക് ഓഫീസിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റുമാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി ഇതിൽ തന്നെ BPharmൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ അതിൽ ഫിസിക്സും കെമിസ്ട്രിയും സബ്ജക്ട്സും മാത്രമായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ ബയോളജി കോമ്പിനേഷൻ ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് കൂടെ ഈ പറഞ്ഞ BPharm എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ കീം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ പറഞ്ഞ MBBS, BDS, മെഡിക്കൽ അലൈഡ് ആയിട്ടുള്ള കോഴ്സുകൾക്കും എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കും അഗ്രികൾച്ചർ പോലെയുള്ള കോഴ്സുകളിലേക്കൊക്കെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ നിർബന്ധമായിട്ടും ഷെയർ ചെയ്യുക. നിങ്ങളുടെ കരിയർ സംശയങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിലൂടെ അയക്കാവുന്നതാണ്. അല്ലെങ്കിൽ സബ്മിറ്റ് യുവർ ക്വരീസ് എന്ന് കാണുന്ന ലിങ്കിലോ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അടുത്ത എപ്പിസോഡുകളിൽ അതിനുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നതാണ്. 6 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ സയൻസ്, മാത്സ് വിഷയങ്ങളിൽ മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എക്സാം ബൈ ലേണിംഗ് ഒരുക്കുന്ന ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മക്കൾക്ക് ഭാഗമാകാം. താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്